നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിലാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടത്. മകൾ, മരുമകൻ, പേരക്കുട്ടി, മരുമകൾ എന്നിവരും ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇറാനിൽ ഒരു യുഗത്തിന്റെ അവസാനമായാണ് ഖമനേയിയുടെ രക്തസാക്ഷിത്വത്തെ പലരും കണക്കാക്കിയത്. ഷാ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായ ആയത്തുള്ള റുഹുള്ള ഖുമൈനിയുടെ വിദ്യാർത്ഥിയും അടുത്ത സഹകാരിയുമായിരുന്നു ഖമേനി. 1960കളിലും 70കളിലും ഷാ വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഖുമൈനി ഷായുടെ രഹസ്യ പോലീസിനാൽ, അതായത് സവാക്കിനാൽ ആവർത്തിച്ചു വേട്ടയാടപ്പെട്ടിരുന്നു. തടവും നാടുകടത്തലുമെല്ലാം നേരിട്ടു. ഈ കാലയളവിലെല്ലാം ഖമേനി ഇറാനിൽ വിപ്ലവകരമായ യോഗ്യതകൾ ഉറപ്പിച്ചിരുന്നു. ഷായുടെ ഭരണം തകർന്നപ്പോൾ ഒരു കൈയിൽ തോക്കും മറുകൈയിൽ ഖുറാനുമായി ആയത്തുള്ള റുഹുള്ള ഖുമേനി എന്ന മതപുരോഹിതൻ ഇറാനിലെത്തി. അതോടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു, ഖുമൈനിയുടെ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിച്ചു. ഇതെല്ലാം തന്നെ ഖമനേയി സജീവമായ പങ്കുവഹിച്ച് നിർവഹിച്ചു. ഷാ പല്ലവിയുടെ രാജഭരണം അവസാനിപ്പിക്കാനായി ജനാധിപത്യത്തിന്റെ വെളിച്ചം വാഗ്ദാനം ചെയ്ത് എത്തിയ ആ മതനേതാവിനെ, ഖുമേനിയെ, സോഷ്യലിസ്റ്റും സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയുമായിട്ടാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ കണ്ടത്. പക്ഷേ അയാൾ ആരാണെന്ന് ഇറാൻ പിന്നീട് വളരെ എളുപ്പം തന്നെ അറിഞ്ഞു. അധികാരം കയ്യിൽ കിട്ടിയതോടെ ആദ്യം ഖുമേനി എടുത്ത തലകൾ രാജഭരണത്തിനെതിരെ ഒപ്പം പൊരുതിയ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ലോകത്തിലെ ഷിയ കാർക്കശ്യത്തിന്റെയും അവസാന വാക്കായി ഖുമേനി. 1989 മരിക്കുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിരുന്നു ഖുമേനി. തുടർന്ന് അധികാരത്തിലേറിയത് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യനായ ആയത്തുള്ള അലി ഖമേനിയാണ്. ഖുമേനി സ്വപ്നം കണ്ടതിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് ഖമേനി ഇറാനിലെ ഇസ്ലാമിക ഭരണത്തെ കൊണ്ടുപോയി. ഒരു മുടിയിഴ പോലും പുറത്തു കാണാതെ തൻ്റെ രാജ്യത്തെ സ്ത്രീകളെ ഹിജാബിന് ഉള്ളിൽ കയറ്റിയ അയാൾ ആണവായുധമുണ്ടാക്കി അവസാനത്തെ യഹൂദനെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനിടെയാണ് അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെടുന്നത്. ഇതിനുശേഷം ഇറാന്റെ പരമോന്നത നേതാവായി അധികാരത്തിലേറിയത് അന്ന് ബോംബാക്രമണത്തിൽ അമ്മയെയും ഭാര്യയെയും മകനെയും സഹോദരിയെയും അടക്കം 4 ബന്ധുക്കളെ നഷ്ടമായ മൊജ്തബയാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ മകന്റെ ഈ സ്ഥാനാരോഹണം ഇറാന്റെ ഷിയ കാർക്കശ്യ മത നേതൃത്വത്തിൽ ഭിന്നതകൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആയത്തുള്ള ബിരുദമില്ലാത്ത ഡ്യൂപ്ലിക്കേറ്റാണ് മൊജ്തബ ഖമേനിയെന്നും പിതാവിന് ശേഷം പുത്രൻ അധികാരത്തിലേറാൻ ഇവിടെ രാജഭരണം ഒന്നുമല്ല നടക്കുന്നത് എന്നുമാണ് ഷിയ നേതൃത്വത്തിലെ ഒരു വിഭാഗം പരസ്യമായി ആരോപിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇറാൻ വിപ്ലവത്തിന്റെ ആചാര്യനായ ആയത്തുള്ള റുഹുള്ള ഖുമേനിയുടെ കുടുംബാംഗങ്ങളാണ്. ഖമേനി കുടുംബപ്പോര് ഇറാൻ സൈന്യത്തെ വരെ ബാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഇറാന്റെ പരമോന്നത നേതാക്കളായ ഖുമേനിയുടെയും ഖമേനിയുടെയും മുന്നിലായി ആയത്തുള്ള എന്ന വാക്ക് കാണാം. ഇത് കുടുംബ പേരൊന്നുമല്ല, ഗോത്രനാമവുമല്ല. പരമോന്നത നേതാവാകാൻ ആവശ്യമായ ആയത്തുള്ള എന്ന പദവി ഒരു ഔദ്യോഗിക ബിരുദം പോലെയല്ല, മറിച്ച് മതപരമായ പഠനത്തിലൂടെയും അംഗീകാരത്തിലൂടെയുമെല്ലാം നേടിയെടുക്കുന്ന ഒന്നാണ്. ഷിയ ഇസ്ലാമിലെ പണ്ഡിത ശ്രേണിയിൽ ഉയർന്ന സ്ഥാനമാണ് ഇത്. ദീർഘകാല പഠനത്തിലൂടെ മാത്രമേ ഈ ബിരുദം നേടിയെടുക്കാനാവൂ. ഇറാനിലെ ഖ്വാം അല്ലെങ്കിൽ ഇറാഖിലെ നജാഫ് പോലുള്ള പ്രശസ്തമായ ഇസ്ലാമിക് സെമിനാരികളിൽ ദശകങ്ങൾ നീണ്ട പഠനം ഇതിനാവശ്യമാണ്. പ്രാഥമിക പഠനങ്ങൾക്ക് ശേഷം ദർസി ഖാരിജ് എന്ന ഉയർന്ന തലത്തിലുള്ള ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഇവിടെ പാഠപുസ്തകങ്ങൾക്കപ്പുറം നിയമസംഹിതകളെയെല്ലാം തന്നെ വിശകലനം ചെയ്തിട്ടുള്ളൊരു പരിശീലനമാണ് നൽകുന്നത്. ഇസ്ലാമിക നിയമ പ്രമാണങ്ങളെയെല്ലാം ആധാരമാക്കി വളരെ സ്വതന്ത്രമായ വിധി തീർപ്പുകൾ നടപ്പാനുള്ള കഴിവ് സ്വയം തെളിയിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തെളിയിച്ച ഒരാളെ മാത്രമേ, പണ്ഡിതനെ മാത്രമേ മുജ്തഹിദ് എന്ന് വിളിക്കാറുള്ളൂ. ഒരു വ്യക്തി മുജ്തഹിദ് ആയിക്കഴിഞ്ഞാൽ നിലവിലുള്ള മുതിർന്ന ആയത്തുള്ളമാർ അദ്ദേഹത്തിൻ്റെ അറിവിനെ അംഗീകരിക്കുകയും സർട്ടിഫിക്കറ്റ് നൽകുകയും വേണം. അങ്ങനെ ജനങ്ങൾക്കിടയിലും സഹപണ്ഡിതന്മാർക്കിടയിലും ലഭിക്കുന്ന ബഹുമാനവും അംഗീകാരവുമാണ് ഇവർക്ക് ആയത്തുള്ള എന്ന പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നത്. എന്നാൽ മൊജ്തബ ഖമേനിക്ക് ആയത്തുള്ള പദവിയില്ല. മൊജ്തബ നിലവിൽ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പദവിയിൽ നിൽക്കുകയാണ്. ഇത് ആയത്തുള്ളയ്ക്ക് തൊട്ട് താഴെയുള്ള സ്ഥാനമാണ്. വർഷങ്ങളായി ഖ്വാമിൽ ക്ലാസുകൾ എടുക്കുന്നുണ്ട് എങ്കിലും ഒരു പൂർണ്ണമായ ആയത്തുള്ളയായി മുതിർന്ന പണ്ഡിതരാരും തന്നെ മൊജ്തബയെ അംഗീകരിച്ചിട്ടില്ല.
എന്നിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇറാനിലെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഇത്തരം നിബന്ധനകളിൽ ഇളവ് വരുത്താറുണ്ട്. ആ ഇളവിലാണ് മൊജ്തബ ആയത്തുള്ളയായത്. എന്നാൽ മൊജ്തബയെ പിൻഗാമിയാക്കാൻ ഖമേനിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ പോലും ഇക്കാര്യം പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഖമേനിയുടെ വന്നപ്പോഴും ഇതേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഖമേനി ആയത്തുള്ളയായിരുന്നില്ല എന്ന്. അന്ന് ഖുമേനി ചില ഇളവുകൾ നൽകിയാണ് ആയത്തുള്ളയാക്കിയത് ഖമേനിയെ. 2022 തന്നെ ഇറാനിലെ പ്രമുഖ സെമിനാറുകൾ മൊജ്തബയെ ആയത്തുള്ള എന്ന് അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇറാന്റെ ഭരണഘടനയനുസരിച്ച് പരമോന്നത നേതാവാകാൻ വലിയ പണ്ഡിതനായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. എന്നാൽ 1989 അലി ഖമേനി അധികാരമേറ്റപ്പോഴാണ് ഈ നിബന്ധനയിൽ ഇളവ് വരുത്തിയത്. സമാനമായ രീതിയിൽ തന്നെയാണ് മൊജ്തബയുടെ കാര്യത്തിലും ഇപ്പോൾ രാഷ്ട്രീയമായ പ്രാധാന്യം കണക്കിലെടുത്ത് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അദ്ദേഹത്തിന്റെ മതപരമായ യോഗ്യത അംഗീകരിച്ചു നൽകി. പക്ഷേ ഇറാനിലെ പരമ്പരാഗത പണ്ഡിതന്മാർക്കിടയിൽ ഇതിനെതിരെ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇയാൾ ഡ്യൂപ്ലിക്കേറ്റ് ആയത്തുള്ളയാണെന്നാണ് ഇത്തരം പണ്ഡിതന്മാർ ഇപ്പോൾ വിമർശിക്കുന്നത്. ഒരു രാജവാഴ്ചയ്ക്ക് സമാനമായ രീതിയിൽ മകനെ പിതാവിന്റെ പിൻഗാമിയായി നിയമിച്ചു എന്നുള്ളത് ഇറാനിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ വിമർശനം വേറെയും ഉയർത്തുന്നുണ്ട്. ഒരു വിഭാഗം ഷിയ നേതാക്കൾ മൊജ്തബയുടെ നിയമനത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവം പല്ലവി രാജവംശത്തിന്റെ പാരമ്പര്യ ഭരണത്തെ അവസാനിപ്പിക്കാനാണ് നടന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഖമേനിയുടെ മകൻ അടുത്ത ഖമേനിയായി വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ആയത്തുള്ളയായിട്ട് അധികാരമേൽക്കുമ്പോൾ വിപ്ലവത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഇത് വിരുദ്ധമാണ് എന്നും രാജവാഴ്ച തിരികെ കൊണ്ടുവരുന്നതിന് തുല്യമാണെന്നും ഒരു കൂട്ടർ ആരോപിക്കുന്നുണ്ട്. മുൻ സുരക്ഷാ സമിതി തലവൻ അലി ലാരിജാനി നയിക്കുന്ന വിഭാഗം ഉടനടി ഒരു പിൻഗാമിയെ നിശ്ചയിക്കുന്നതിന് പകരം ഇടക്കാല കൗൺസിൽ മതി എന്നുള്ള താല്പര്യമാണ് പ്രകടിപ്പിക്കുന്നത്. ഷിയ ഇസ്ലാമിലെ പണ്ഡിത ശ്രേണിയിൽ മൊജ്തബയ്ക്ക് മതിയായ യോഗ്യതയില്ലെന്ന് മുതിർന്ന പണ്ഡിതർ എല്ലാവരും കരുതുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആയത്തുള്ള പദവി നൽകുന്നത് മതപരമായ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് ഇവർ പറയുന്നു. ഭരണകൂടം പാരമ്പര്യമായി കൈമാറുന്നത് മതപരമായ കീഴ്വഴക്കങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. 2009 2022 പ്രതിഷേധങ്ങളിൽ ക്രൂരമായ അടിച്ചമർത്തലുകൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിട്ടാണ് സാധാരണക്കാരായ പല ഇറാനികളും മൊജ്തബയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരെ ടെഹ്റാൻ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വിദ്യാർത്ഥികളും സ്ത്രീകളുമെല്ലാം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൊജ്തബയ്ക്ക് മരണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള പ്രതിഷേധക്കാരുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ വളരെയധികം വന്നിരുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയത്തുള്ള അലി ഖുമേനിയുടെ പിൻഗാമികളും മൊജ്തബയുടെ നിയമനത്തെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ഒരു കാര്യം മാത്രമാണ്: അധികാരം ഇങ്ങനെ കുടുംബപരമായി നൽകാൻ സാധിക്കില്ല, അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ അടിസ്ഥാന ശിലയിട്ട രാജ്യത്തെ ആദ്യത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖുമേനിയുടെ മകൻ അഹമ്മദ് ഖുമേനിയുടെ മക്കളിൽ ഒരാളായ അലി ഖുമേനി ഇതുതന്നെ പറയുന്നുണ്ട്. അലി ഖുമേനി പൊതുവെ ഇറാന്റെ നിലവിലെ ഭരണകൂടവുമായി വലിയ ഏറ്റുമുട്ടലുകൾക്ക് നിൽക്കാത്ത വ്യക്തിയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ സഹോദരനുണ്ട് ഹസൻ ഖുമേനി. ഇദ്ദേഹം ടെഹ്റാനിൽ ഖുമേനി സ്മാരകത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നയാളാണ്. പരിഷ്കരണവാദികളുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. ഇറാനിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ മത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സയ്യിദ് ഹസൻ ഖുമേനി. ഇസ്ലാമിക വിപ്ലവ നേതാവ് ആയത്തുള്ള ഖുമേനിയുടെ പേരക്കുട്ടി എന്ന നിലയിൽ ഇദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട്. മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖാതമി, ഹസൻ റുഹാനി എന്നിവരുമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 അസംബ്ലി ഓഫ് എക്സ്പേർട്സ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഹസൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഭരണകൂടം അദ്ദേഹത്തിന്റെ യോഗ്യത നിരാകരിച്ചു. ഖമേനിയുടെ നേതൃത്വത്തിലുള്ള തീവ്ര നിലപാടുകാർക്ക് ഹസന്റെ പരിഷ്കരണവാദ ചിന്താഗതിയോടുള്ള എതിർപ്പാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. മൊജ്തബ അധികാരമേറ്റപ്പോൾ ഹസൻ ചടങ്ങ് ബഹിഷ്കരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അധികാരം കുടുംബപരമായി കൈമാറുന്നത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഹസൻ തുറന്നടിച്ചിരുന്നു. യുവാക്കൾക്കും മിതവാദികൾക്കുമിടയിൽ ഹസന് വലിയ സ്വീകാര്യതയുണ്ട്. ഭരണകൂടത്തിന്റെ കർക്കശമായ നിയന്ത്രണങ്ങളെ ഹസൻ പലപ്പോഴും വിമർശിക്കാറുണ്ട്. ആയത്തുള്ള ഖുമേനിയുടെ യഥാർത്ഥ പിൻഗാമികൾ ഹസൻ ഖുമേനിയെ പോലുള്ളവരാണ് എന്നാണ് ഇവരെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഹസൻ ഖുമേനിയെ മുൻനിർത്തി ഇറാനിലെ മിതവാദികളും പരിഷ്കരണവാദികളും ഒന്നിക്കാൻ ശ്രമിക്കുന്നു.
ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഭരണപരമായ തീരുമാനങ്ങളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഭരണകൂടത്തിനുള്ളിൽ തന്നെ മുസ്തഫയെ അനുകൂലിക്കുന്നവരുണ്ട്. ഹസൻ ഖൊമേനിയുടെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ഇപ്പോൾ അങ്ങനെ രണ്ട് ചേരികളായിരിക്കുകയാണ്. ഹസൻ ഖുമേനിയുടെ ചേരിയും മുസ്തഫ ഖമേനിയുടെ ചേരിയും. ഇങ്ങനെ ഖമേനി ചേരികൾ രണ്ടായി തിരിഞ്ഞ് ഇപ്പോൾ വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യത്തിനുള്ളിലും ഇന്റലിജൻസ് വിഭാഗങ്ങളിലും ഈ ഭിന്നത പ്രകടമാണ്. ഖുമേനി കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ ഭരണകൂടത്തെ വിമർശിക്കുന്നത് മുസ്തഫയ്ക്കെതിരെ തെരുവിലിറങ്ങുന്ന പ്രതിഷേധക്കാർക്ക് ആത്മവിശ്വാസം നൽകുന്നു. യഥാർത്ഥ വിപ്ലവകാരികൾ മുസ്തഫയ്ക്കൊപ്പമല്ല എന്ന സന്ദേശം യുവാക്കൾക്കിടയിൽ പടരാൻ ഇത് കാരണമായി. നിലവിൽ ഹസൻ ഖുമേനി നയിക്കുന്ന ഈ വിഭാഗം മുസ്തഫയുടെ അധികാരം പരിമിതപ്പെടുത്താൻ അന്താരാഷ്ട്ര തലത്തിലും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇതോടെ ഖുമേനി കുടുംബത്തിനു നേരെയും ഖമേനിയുടെ ചാരക്കണ്ണുകൾ നീളുകയാണ്. ഹസൻ ഖുമേനിയുടെ അനുയായികൾക്കെതിരെയും കടുത്ത നടപടി ഉണ്ടായിട്ടുണ്ട്. ഹസനോട് ആഭിമുഖ്യം പുലർത്തുന്ന മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, സിവിൽ സൊസൈറ്റി അംഗങ്ങൾ എന്നിവരെയെല്ലാം വിദേശ ഏജന്റുകൾ എന്ന് മുദ്രകുത്തി തടവിലാക്കുകയോ വീട്ടുതടങ്കലിലാക്കുകയോ ചെയ്യുന്നു. ഹസൻ ഖുമേനിയുടെ തന്നെ പൊതുപരിപാടികൾക്ക് രഹസ്യമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഇന്റലിജൻസ് നിരീക്ഷണം ശക്തമാക്കുന്നു. റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് വിഭാഗം സൈന്യത്തിനുള്ളിലെ തന്നെ വിള്ളലുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഹസൻ ഖുമേനിയുമായോ മറ്റു മിതവാദികളുമായോ ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരെ പ്രധാന പദവികളിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. മുസ്തഫ ഖമേനിയെ ഒരു ധീരനായ നേതാവായും വിദേശ ശക്തികൾക്കെതിരെ ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ കെൽപ്പുള്ള വ്യക്തിയായും ചിത്രീകരിക്കുന്ന പ്രചരണ പരിപാടികൾ റവല്യൂഷണറി ഗാർഡ്സ് നടത്തുന്നു. ഇതിനായി സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കുകയും ചെയ്യുന്നു. മുസ്തഫ ഖമേനിക്ക് അധികാരം നിലനിർത്താൻ കരുത്ത് നൽകുന്നത് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന IRGC ആണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇറാന്റെ സൈനിക സംവിധാനം. ഇവിടെ രണ്ട് സമാന്തര സൈന്യങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ഔദ്യോഗിക സൈന്യമായ അർട്ടേഷ്, മറ്റൊന്ന് ഇസ്ലാമിക വിപ്ലവ സംരക്ഷണമായ IRGC. ഇത് കേവലം ഒരു സൈന്യമല്ല, മറിച്ച് ഇറാന്റെ ഇസ്ലാമിക ഭരണവ്യവസ്ഥയെയും വിപ്ലവത്തെയും സംരക്ഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക സേനയാണ്. രാജ്യത്തിന്റെ ആഭ്യന്തരവും ബാഹ്യവുമായ സുരക്ഷ ഉറപ്പാക്കുക, ഭരണകൂടത്തിനെതിരായ അട്ടിമറികൾ തടയുക, ഇവയൊക്കെയാണ് വിപ്ലവ സേനയുടെ ചുമതല. വിദേശ രാജ്യങ്ങളിൽ ഇറാന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഖുദ്സ് ഫോഴ്സ് ഇതിന്റെ IRGCയുടെ ഭാഗമാണ്. രാഷ്ട്രീയത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. ഇറാന്റെ മിസൈൽ പ്രോഗ്രാമും ആണവ രഹസ്യങ്ങളുമെല്ലാം ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഇറാനിലെ പരമ്പരാഗതമായ ദേശീയ സൈന്യമാണ് ആർട്ടേഷ്. ഇത് ഫലത്തിൽ രണ്ടാം കിട സൈന്യമാണ്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുക, വിദേശ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക തുടങ്ങിയവയാണ് ആർട്ടേഷിന്റെ ധർമ്മം. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അനുവാദമില്ല. കരസേന, വ്യോമസേന, നാവികസേന എന്നിങ്ങനെ 3 വിഭാഗങ്ങൾ ആർട്ടേഷിനുണ്ട്. ആർട്ടേഷിൽ ഏകദേശം 3,50,000 മുതൽ 4 ലക്ഷം പേര് വരെ ഉള്ളപ്പോൾ IRGCയിൽ ഏകദേശം 1,900,000 മുതൽ 2,50,000 പേരേ ഉള്ളൂ. പക്ഷേ IRGCക്ക് കീഴിലുള്ള ബസീജ് എന്നറിയപ്പെടുന്ന സന്നദ്ധ സംഘടനയുണ്ട്. അതിൽ ലക്ഷക്കണക്കിന് ആളുകൾ അംഗങ്ങളാണ്. യുദ്ധസമയത്തോ അടിയന്തര സാഹചര്യത്തിലോ ഇവരെയും സൈന്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കും. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണ ആർക്കാണോ അയാൾക്കാണ് ഇറാനെ നിയന്ത്രിക്കാൻ കഴിയുക. ഇവിടെയാണ് മുസ്തഫ ഖമേനിയുടെ കരുത്ത്. കാരണം മുസ്തഫയ്ക്ക് പിന്തുണ നൽകുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ്. അതുകൊണ്ട് തന്നെ മുസ്തഫയ്ക്ക് ശക്തി കൂടും. പ്രതിഷേധങ്ങളെയും ആഭ്യന്തര വെല്ലുവിളികളെയും IRGCയെ കൊണ്ട് അടിച്ചമർത്തിക്കുകയാണ് ഇറാൻ നേതാക്കളുടെ രീതി. മുസ്തഫയുടെ അധികാരലബ്ധിക്കെതിരെ തെരുവിലിറങ്ങുന്ന പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യാൻ IRGC അവരുടെ സന്നദ്ധ സേനാ വിഭാഗമായ ബസീജ് മിലിഷ്യയെ ഉപയോഗിക്കും. ഇവർ ലക്ഷക്കണക്കിന് സൈന്യങ്ങളുണ്ട്. പ്രധാന നഗരങ്ങളിലെല്ലാം സായുധ പട്രോളിങ്ങും CCTV നിരീക്ഷണവും എല്ലാം കർശനമാക്കിയിട്ടുണ്ട് എന്ന് BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഒരു അവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ എന്നിപ്പോൾ മനസ്സിലായല്ലോ. അവിടെ പ്രസിഡന്റിനേക്കാൾ പവർ വരുന്നത് പരമോന്നത നേതാവിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ 2 സേനകളുണ്ട്. അതിൽ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് എപ്പോഴും പരമോന്നത നേതാവിൻ്റെ കൈപ്പിടിയിലുള്ളത്. ഇവർക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത്, അവർക്ക് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു വിഭാഗം റവല്യൂഷണറി ഗാർഡ്സിന്റെ നിയന്ത്രണത്തിലാണ്. മുസ്തഫയെ പിന്തുണയ്ക്കുന്നവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം നൽകും.
എതിർക്കുന്നവരിൽ സമ്മർദ്ദം ചെലുത്താനും അവർക്ക് കഴിയും. എന്നിട്ടും ഇറാനിലെ മതനേതൃത്വത്തിനുള്ളിൽ അഭിപ്രായ ഭിന്നത പുകയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ വളരുന്ന അസംതൃപ്തി ഒരു വലിയ ആഭ്യന്തര യുദ്ധത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. എന്നാൽ അതിനിടയിൽ കിടന്ന് തമ്മിൽ പോരടിക്കുന്ന ആടുകൾക്കിടയിൽ ചോര കുടിക്കുന്ന കുറുക്കൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് അമേരിക്കയ്ക്ക് പണ്ട് മുതലേ ഉള്ളത്. ഇപ്പോൾ അവർ അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. ആർട്ടേഷും IRGCയും തമ്മിലുള്ള ഗുരുതരമായ ഭിന്നിപ്പിന്റെ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറാന്റെ പ്രതിരോധ ബജറ്റിന്റെ സിംഹഭാഗവും ലഭിക്കുന്നത് IRGCക്കാണ്. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും സാങ്കേതിക വിദ്യകളും എല്ലാം IRGCക്കുണ്ട്. പക്ഷേ ആർട്ടേഷിന് പഴയകാല ആയുധങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വിവേചനം ആർട്ടേഷ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ അതൃപ്തിയുണ്ട്. IRGCക്ക് രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും വലിയ സ്വാധീനമുണ്ട്. ആർട്ടേഷ് തികച്ചും പ്രൊഫഷണലായ സൈന്യമായിട്ടാണ് നിലനിൽക്കുന്നത്. ഭരണകൂടം തങ്ങളെക്കാൾ വിശ്വാസം IRGCയിൽ അർപ്പിക്കുന്നു എന്നുള്ളത് ആർട്ടേഷിനെ പ്രകോപിപ്പിക്കാറുമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഖമേനി വധത്തിനു ശേഷം ഇരു സേനകളും തമ്മിലുള്ള തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ഖമേനിയുടെ സുരക്ഷാ ചുമതല IRGCക്കായിരുന്നു. എന്നിട്ടും ഇത്ര വലിയൊരു വീഴ്ച സംഭവിച്ചത് അവരുടെ പരാജയമാണെന്ന് ആർട്ടേഷ് ആരോപിക്കുന്നു. മുസ്തഫ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആർട്ടേഷിനെ കൂടെ നിർത്തുക എന്നത് വെല്ലുവിളിയാണ്. കാരണം ആർട്ടേഷ് എപ്പോഴും ഭരണകൂടത്തിൻ്റെ സൈന്യമല്ല, രാജ്യത്തിൻ്റെ സൈന്യമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ 1979 വിപ്ലവകാലത്ത് ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ച ചരിത്രമാണ് ആർട്ടേഷിനുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആർട്ടേഷ് എന്ന് പറയുന്ന സൈന്യം മുസ്തഫ പറയുന്നത് അനുസരിച്ചോളണം എന്നില്ല. ഇറാനിലെ പ്രതിഷേധക്കാർ പലപ്പോഴും ആർട്ടേഷ് ഞങ്ങളെ സംരക്ഷിക്കും എന്ന മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ IRGCയുടെ ഭാഗമല്ല, മറിച്ച് ആർട്ടേഷിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആർട്ടേഷ് ഇടപെടും എന്ന് ആണ് അവിടെ ഭൂരിപക്ഷം ജനങ്ങളും പ്രത്യാശിക്കുന്നത്. ആർട്ടേഷിലെ ഇടത്തരം റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രതിഷേധക്കാരോട് അനുകമ്പയുണ്ട്. ആർട്ടേഷിനെ വരുതിയിലാക്കാൻ മുസ്തഫ തന്നോട് കൂറുള്ള യുവ ഉദ്യോഗസ്ഥരെ ആർട്ടേഷിൻ്റെ പ്രധാന പദവികളിൽ നിയമിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാലങ്ങളായി ആർട്ടേഷിനുള്ള പരാതി പരിഹരിക്കാൻ അവർക്ക് കൂടുതൽ ഫണ്ടും ആധുനിക ആയുധങ്ങളുമെല്ലാം ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മുസ്തഫയുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടാൽ IRGC പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ആർട്ടേഷ് നിഷ്പക്ഷത പാലിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയോ ചെയ്താൽ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ വഴിവെക്കും. IRGCയും ആർട്ടേഷും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാന്റെ പതനത്തിന് കാരണമാകുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഇറാൻ ഫണ്ട് ചെയ്യുന്ന കുറേയേറെ പ്രോക്സി സേനകളുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ തുടങ്ങിയവർ. ഇവരെല്ലാം റവല്യൂഷണറി ഗാർഡ്സിനോടും പരമോന്നത നേതാവിനോടുമാണ് വിധേയത്വം കാട്ടാറുള്ളത്. അപ്പോൾ തികച്ചും രണ്ട് ചേരികളിലായി ഇവർ മാറിയിരിക്കുന്നു. ഒരു സൈഡിൽ ഖമേനി ഗ്രൂപ്പുകളുണ്ട്. ഒപ്പം തന്നെ അവരുടെ സൈന്യങ്ങളിൽ തന്നെ ആർട്ടേഷും IRGCയും തമ്മിൽ രണ്ട് സേനകളായി മാറിയിരിക്കുന്നു. ഇവർ തമ്മിലുള്ള യുദ്ധം എപ്പോഴാണ് കടുക്കുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും.